കഴിഞ്ഞ മന്ത്രിസഭ കേരളത്തിൽ നമ്മൾ കൂടിയപ്പോൾ ആ മന്ത്രിസഭയിൽ വെച്ച് നമ്മുടെ മുഖ്യമന്ത്രി തന്നെയാണ് എല്ലാ ജില്ലകളിലും പതാക ഉയർത്തുവാൻ പോകുന്ന മന്ത്രിമാരെ നിശ്ചയിച്ചു. അങ്ങനെ നിശ്ചയിച്ചപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ പതാക ഉയർത്തുവാൻ വേണ്ടി തീരുമാനിച്ചത് എന്നായിരുന്നു. അതുകൊണ്ടാണ് രാവിലെ ഈ സമ്മേളനത്തിലേക്ക് നമുക്കറിയാം, ഇന്ന് പാർട്ടിയുടെ ബ്രാഞ്ച് സമ്മേളനം മുതൽ ദേശീയ സമ്മേളനം വരെ നടക്കുന്ന ഒരു കാലഘട്ടം. കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് നടന്നത് നമുക്കറിയാം ആന്ധ്രയിൽ വെച്ചായിരുന്നു, വിജയവാഡ 24ാം പാർട്ടി കോൺഗ്രസ്. എന്നാൽ നമുക്കറിയാം ഇന്ന് 25ാം പാർട്ടി കോൺഗ്രസ് രാജ്യത്ത് നടക്കുന്നത് പഞ്ചാബിലെ ചണ്ഡീഗറിൽ വെച്ചാണ്. അപ്പോൾ ആ പാർട്ടി കോൺഗ്രസ് വിജയിപ്പിക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്വമാണ് നാം ഓരോരുത്തർക്കും കിട്ടുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാന സമ്മേളനം നടക്കാൻ പോകുന്നത് ആലപ്പുഴ ജില്ലയിൽ വെച്ചാണ്. വരാൻ പോകുന്ന 2025 സെപ്റ്റംബർ മാസം 21 മുതൽ 8 മുതൽ 11 വരെയുള്ള ദിവസങ്ങളിലാണ് നമ്മുടെ സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ വെച്ച് നടക്കുന്നത്. എന്നാൽ 24ാം പാർട്ടി കോൺഗ്രസ്സിൽ ആ പാർട്ടി കോൺഗ്രസ് നമുക്കറിയാം പ്രമേയ രൂപത്തിൽ കൊണ്ടുവന്ന ഒന്നാണ് നമ്മുടെ രാജ്യത്തെ ഫാസിസ്റ്റ് വർഗീയ ശക്തികൾക്കെതിരായിട്ട് ഒരു ഇടതുപക്ഷ മതേതര സഖ്യം നമ്മുടെ രാജ്യത്ത് കെട്ടിപ്പടുക്കുക എന്നുള്ളത്. അതേ നിലയ്ക്ക് തന്നെയായിരുന്നു കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഒരു ഇടതുപക്ഷ മതേതര സഖ്യം നമ്മുടെ രാജ്യത്തെ ഫാസിസ്റ്റ് വർഗീയ ശക്തികൾക്കെതിരായിട്ട് കെട്ടിപ്പടുത്തുകൊണ്ടുള്ള ഒരു തീരുമാനം തന്നെയായിരുന്നു നമുക്ക് രാജ്യത്ത് നടപ്പിലാക്കി എന്നുള്ളത് നമുക്ക് നല്ലതുപോലെ അറിയുവാൻ സാധിക്കും. എന്നാൽ അടുത്ത പാർട്ടി കോൺഗ്രസ് 2025 നടക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ അവതരിപ്പിക്കുന്ന പ്രമേയങ്ങൾ നമുക്ക് ഏകദേശം ഒരു പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായിട്ടൊരു 3 മാസം അതിന് തൊട്ട് മുമ്പ് തന്നെ നമ്മുടെയൊക്കെ കൈകളിൽ ഘടകങ്ങളിൽ അത് എത്തിച്ചേരാൻ പോവുകയാണ്. അപ്പോൾ അത് ചർച്ച ചെയ്യുവാനുള്ള ഒട്ടേറെ അവസരങ്ങൾ നമുക്ക് അതിലൂടെ കിട്ടുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ നമുക്കറിയാം ഇന്ന് ഈ കാലഘട്ടത്തിൽ ലോകരാജ്യങ്ങളിലൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ യുദ്ധം കൊടുമ്പിരി കൊണ്ട് പോകുന്ന ഒരവസ്ഥ രാജ്യത്തെമ്പാട് കാണുവാൻ കഴിയും. റഷ്യൻ ഉക്രൈൻ യുദ്ധമൊക്കെ നമ്മൾ കണ്ടു. കഴിഞ്ഞ 1 വർഷക്കാലത്തിലേറെയായി ആ യുദ്ധവും നടക്കുകയാണ്. എന്നാൽ ഇറാൻ, പാലസ്തീൻ ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങളിൽ നിന്നും യുദ്ധം കൊടുമ്പിരി കൊണ്ടുവരികയാണ്. ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള സംഘടനകൾ, അതോടൊപ്പം തന്നെ ലോകരാജ്യങ്ങൾ ഉൾപ്പെടെയുള്ളത് അതിനകത്തൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഈ യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള ഒത്തിരി കാര്യങ്ങൾ അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ അതൊന്നും ചെവിക്കൊള്ളാതെ ഇന്നും രാജ്യത്തെ യുദ്ധം അതിഭീകരമായ നിലയിൽ മുന്നോട്ട് പോവുകയാണ്. നമുക്കറിയാം ഓരോ യുദ്ധവും എടുത്ത് പരിശോധിക്കുമ്പോൾ ആയിരക്കണക്കിന് ഏറ്റവും കൂടുതൽ മരണപ്പെടുന്നത് നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകളും കുഞ്ഞുങ്ങളും ആ യുദ്ധക്കെടുതികളാൽ മരണപ്പെടുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഉക്രൈൻ യുദ്ധം തന്നെ നടന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ചടയമംഗലം ഉൾപ്പെടെയുള്ള നിരവധി പ്രദേശങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ആ ഉക്രൈൻ എന്ന് പറയുന്ന ആ രാജ്യത്ത് പഠിക്കുവാൻ പോയവരെ നമ്മൾ കണ്ടു. ആയിരക്കണക്കിന് ആൾക്കാരാണ് ഇന്ത്യയിൽ നിന്ന് തന്നെ പോയത്. ഒട്ടേറെ ആൾക്കാർ നമുക്കറിയാം ഇവിടെ നിന്നൊക്കെ പോയ പല രക്ഷകർത്താക്കളും നമ്മളെ തന്നെ രക്ഷകർത്താക്കൾ വിളിക്കുന്നു, കുട്ടികൾ ഉക്രൈനിൽ നിന്നും വിളിക്കുന്നു. രാത്രിയിലൊക്കെ അവരുടെ ഈ വാട്സപ്പ് സന്ദേശം വഴിയാണ് നമ്മളുമായിട്ട് സംസാരിക്കുന്നത്. വാട്സപ്പിലൂടെ അവരുമായിട്ട് നമുക്ക് സംസാരിക്കുവാനും അവരുടെ മെസ്സേജുകൾ പാസ് ചെയ്യുവാനും അത് നമ്മുടെ കേരളത്തിൽ നമ്മുടെ ഗവൺമെൻറ്റിനെ അറിയിക്കുവാനും കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് നമ്മൾ